അതങ്ങനെ ഒരു അമൈര മുതുശിരസ്കൻ. എന്തിന്റെ കുഞ്ഞാണോ ഇത്? ഇങ്ങനെ കുറെ വേട്ടാവളിയന്മാർ ഇറങ്ങി വിട്ടിട്ടുണ്ട് എന്റെ പൊന്നു മക്കളെ. കൊച്ചു ചെറുപ്പക്കാർക്കും കൊച്ചു പയ്യന്മാർക്കും ഒന്നും അല്ല ഇപ്പൊ സോക്കേടുകള്. യവനെ പോലെ മൂത്ത് വരച്ച പന്ന കുറെ കിളവന്മാര്. എന്റെ കർത്താവേ, എന്നാൽ ഈ ഉതുപ്പ് പ്രസിഡന്റിന് തന്നെ പറ്റിയേ? കയ്യിലൊരു ബാഗും കാണും മറച്ച് പിടിക്കാൻ വേണ്ടി. ഇതെല്ലാം ഒരു എന്റർടൈൻമെന്റ്. കമ്മ്യൂണിക്കേഷൻ ശരിയായില്ല. അവന്റെ മറുതാമക്കട പ്രായത്തെക്കാൾ കൂടുതലുള്ള രണ്ട് പെൺകൊച്ചിങ്ങളുടെ അടുത്താണ് അവന്റെ മുദ്രകൾ. അയാൾ അവിടെ ഇവിടെ എങ്ങനെയൊക്കെ നടന്നോട്ടെ, ബുദ്ധിക്ക് ഒരു 5 പൈസ കുറവുള്ള ആളാ. അയാൾ എന്താ എപ്പോഴാ ചെയ്യണെന്ന് പറയാൻ പറ്റില്ല. അവന്റെ എല്ലും പല്ലും എല്ലാം പൊടിഞ്ഞ് തീർന്ന്, എന്നിട്ട് അവന്റെ മുദ്രയ്ക്കൊന്നും കുറവില്ല. നാണല്ലേ? ഇല്ല. ഇനിയിപ്പൊ മുദ്രകളും മറ്റും കാണിച്ച് തന്നെയല്ലേ ഇത്തിരി അസുഖം ശമിപ്പിക്കാൻ പറ്റുള്ളല്ലേ പന്ന കിളവാ. ഒരുത്തരും വരണ്ട, ഒരുത്തരും വരണ്ട. എന്റെ തലക്കകത്ത് നിറയെ എന്താണെന്ന് ആ വാതിൽ തുറക്കം മനസ്സിലാവും. മാസ്കും വെച്ച് രാവിലെ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്ന ഒരു ചാക്കും വലിച്ച് കയറ്റി ജൂനിയർ മാൻഡ്രേക്കിന്റെ പോലെ ഇരിക്കുവാൻ. അവന്റെ ചെമ്പുകാലം കമത്തി വെച്ച പോലെ ഒരു തല അവന്റെ പിറയിൽ ചെന്ന് നിന്നുകൊണ്ട് 2 ചെവി അടച്ച് ഒറ്റ തട്ടം കൊണ്ട് തട്ടി കൊടുത്താണ്ടല്ല അവന്റെ ചെവി ബാക്കി ഇരിക്കണ കിളികളെല്ലാം പറക്കും. അതോടുകൂടി അവന്റെ മുദ്രയും തീരും, അവന്റെ തീരും. എന്താടാ കളിക്ക? ഇവനെ പോലത്തെ ദുഷ്ടന്മാർക്ക് പറ്റിയ സ്ഥലം ജയിൽ തന്നെയാ. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. വയസ്സാം കാലമായ കൊച്ചുമക്കളെ കളിപ്പിച്ചുകൊണ്ട് വീട്ടിനകത്ത് വല്ല ഒതുങ്ങി കൂടാനുള്ളതിന് അല്ലെങ്കിൽ ആളുകൾക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുന്ന കാര്യത്തിന് റോഡിൽ തണ്ടാറിഞ്ഞ് മനുഷ്യരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ഒരു ഫയലും ഒരു ബാഗും എല്ലാം കൂടെ എടുത്ത് പിടിച്ചുകൊണ്ട് മടിയിലങ്ങ് മറച്ചുകൊണ്ട് ഇറങ്ങും. അത്ര സഹിക്കാൻ വയ്യെങ്കിൽ വല്ല മുള്ളൂരിക്കലും ചെന്ന് കയറും. നീ രക്ഷപ്പെടില്ലടാ, നിന്റെ കാര്യം പോക്ക. വലിയ സൂചി എന്തെങ്കിലും കൈ വെച്ചിരിക്കണം, കയറ്റി ഇറക്കി അവന്റെ വിരല് കുത്തി ഇറക്കി ചോര ചീറ്റണം. ആ പരുവത്തിന് കുത്തി കൊടുക്കണം. ഈ പുറകിരിക്കണവരുടെ മടിയിൽ എങ്ങനെ അവന്റെ വിരല് വന്നെന്ന് ആളുകൾ ചോദിക്കുമല്ല, അപ്പോഴും പറയണം അവൻ അവിടെ ഇരുന്നിട്ട് ഇരിപ്പുറയ്ക്കാതെ മൂലക്കുരുവിന്റെ രോഗമുണ്ട് അല്ലെങ്കിൽ വേറെ വല്ല രോഗമുണ്ട്, നീയൊക്കെ വീട്ടിൽ കിടക്കണം. അറിയുന്ന എന്റെ പല്ലെല്ലാം ഞാൻ തന്നെ കടിച്ച് പൊട്ടിക്കുക. എന്റെ അന്തരാസ് കൂന്തരാസ് അവന്റെ അമ്മയുടെ തള്ള കലിപ്പ് തീരണില്ലല്ലേ?